ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പൊങ്കലിന് പോവാണ്. അച്ഛൻ്റെ അവിടെ തറവാട്ടിൽ പൊങ്കലാണ്. അപ്പോൾ അതിന് പോവാണ്, നമ്മളെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. അച്ഛൻ ഓൾറെഡി പോയിട്ട്, അച്ഛന് വേറെ ഓഫീസിലൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് അച്ഛൻ പോയി കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. ഞാനും അമ്മയും ശില്പയും കൂടെ ഇപ്പോൾ പോവാൻ നിൽക്കുകയാണ്. ഞാൻ എന്താ ബാഗ് നോക്കി സെറ്റായി നിൽക്കുന്നുണ്ട്. ഇതാ ഒരു ബാഗ് ഇന്ന് പോയി കഴിഞ്ഞിട്ട് എന്തായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തന്നെ വരുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ, കാരണം റൂബിയും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ട റൂബി ഇരിക്കുന്നത്. റൂബിയും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വരണം അല്ലേ. അപ്പൊ സെറ്റായിട്ട് പോവാണ്. അമ്മ റെഡി ആവാണ്, വേഗം പോവാം. റെഡിയായി ഇറങ്ങിയുള്ളൂ. കണ്ടാ വേർത്തിരിക്കണം, ഫുള്ള് വേർപ്പ്, ചൂടോടെ ചൂട്. ഈ പെണ്ണപ്പോഴേക്കും ഡ്രസ് മാറ്റിയിട്ട് വന്നു, ഉള്ള ഡ്രസ്സിനെയൊക്കെ മാറ്റിയിട്ട്. അമ്മ വരുന്നുണ്ട്. ഇനി അമ്മ അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ട് അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ട് വരുന്നുണ്ട്. ഇതില്ലേ, ഈ പൊങ്കൽ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറെ വർഷത്തിന് ശേഷം നടക്കണ്ടോ, ഞാൻ പറഞ്ഞുതരാം. അമ്മ വരട്ടെ, ചോദിക്കാം. അമ്മ വരട്ടെ പറഞ്ഞ അമ്മ അങ്ങോട്ട് ഓടുന്നു. ഇതാ വരുന്നു. അപ്പൊ അത് അമ്മ വന്നിട്ടുണ്ട്. അമ്മ, ഈ പൊങ്കൽ എത്ര വർഷത്തിന് ശേഷം നടക്കണേ? 38 വർഷം. 38. ഞങ്ങളൊന്നും ജനിച്ചിട്ടേ ഇല്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാ? അമ്മയൊക്കെ വരുന്നതിന് മുന്നേ നടന്നാണ്. പിന്നെ എന്തോ പ്രശ്നം കാരണം നിർന്നു വെച്ചിട്ട് ഇപ്പോഴാണ് പിന്നെയും തുടങ്ങിയത്. ഇന്നല്ല, നാളെ തൊട്ടാണ് പൊങ്കൽ തുടങ്ങുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയൊക്കെ എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. കണ്ട ഫുള്ള് വേർപ്പ്, ചൂടാണ്. അച്ഛൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഉച്ചയ്ക്ക് അവിടേക്ക് വരും. നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. ശരി, ബൈ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വീട് പിന്നെ കാണിച്ചു തരാം. ഇവിടെ മൊത്തം ടയേർഡായി. ഇതാണ് ദാസ് അച്ഛൻ, അതാ നിൽക്കുന്നത്. ഇതെന്റെ അച്ഛൻ. ഓക്കെ, അപ്പോൾ ഫുൾ ടയേർഡായി ഗൈസ്. അപ്പം ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ കാണാം. ഇനി എല്ലാവരും ഓരോരുത്തരായി വരുന്നേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, തറവാട്. ഇതൊക്കെ ഫ്രണ്ടിൽ നെല്ലടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ, ചാക്കില്. എന്താ ദാസച്ചൻ, ഹായ്. ഇവിടെ നനച്ചു മുറ്റമൊക്കെ കഴുകി വിടാണ്. ദാസച്ചൻ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ദൈവത്തിന്റെ പരിപാടികളൊക്കെ അല്ലേ. അപ്പം കുംഭം വരെ ഇതാണ് പരിപാടി. നമ്മുടെ വീട് വന്നിട്ട് കറക്റ്റായിട്ട് റെഡി. വെള്ളം കഴിഞ്ഞു. വെള്ളം നിന്നു. ഇതാട്ടാ വീട്. നല്ല അതിന് വെള്ളം ഉണ്ടല്ലോ, ഇനി ഒഴിക്കാം. മതി. ഇതാണ് വീട്. പണ്ടത്തെ ഒരു തറവാട് ആണ് ഗൈസ്. ജിമ്മി കണ്ടാ? ജിമ്മി അതാ പോയി, ആൾക്ക് ദേഷ്യം വന്നിട്ട് പോയതാണ്. ഇവിടെയൊക്കെ മൊത്തം പാടങ്ങളാണ് കേട്ടോ. അതൊക്കെ പിന്നെ കാണിച്ചത്. അവിടെ വെയിലാണ് നല്ലോണം. അച്ഛമ്മ ഇവിടെ ഇരിക്കണ്ടേ, അച്ഛൻ അവിടെ, അമ്മായി ഇവിടെ. ഈ റൂമിൽ പിന്നെ ഇതാണ് ദാസിന്റെ റൂം. പക്ഷെ ഞങ്ങള് കസിൻസ് ആയിട്ടൊക്കെ വരുമ്പോ നമ്മളെ ഈ റൂം എടുക്കുക, ഈ റൂമിൽ ഇരിക്കുക. ഇത് നമ്മുടെ ബാഗ്, കൊണ്ടുവന്ന ബാഗ്. അയച്ചു തരാം, കാണിക്കാണ്. ഇതാണ് ദാസിന്റെ റൂം. ദാസ്യൻ പറയുന്നത് ചെറിയ അച്ഛൻ കേട്ടോ, ചാച്ചൻ. ഇത് ഇവിടെ റൂം, ഇവിടെ ഒക്കെ റൂം. ഇത് ദാസ്യന്റെ റൂമായിരുന്നു. ആളിപ്പോ ട്രാൻസ്ഫർ കിട്ടി അപ്പുറത്തേക്ക്, അച്ഛമ്മന്റെ റൂമായി. ഇതെന്താ അടുക്കള. അടുക്കളക്ക് പോവാ ശില്പേ, കമോൺ. ശരീരൊക്കെ ഇവിടെ പണി ചെയ്യ. നമ്മുടെ അടുപ്പൊക്കെ ഉണ്ട്. ഇനി കുഞ്ഞു ചേച്ചിയും മാള ചേച്ചി അവരൊക്കെ വരും. അതിനെയും കാണണം. ഇനി വൈകുന്നേരമായി നല്ല തിരക്കടിക്കണ്ട. വൈകുന്നേരം എല്ലാവരും വരും. ഓക്കെ ഐസ്, നമ്മുടെ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാ എല്ലാവരും ഉണ്ട്. കുഞ്ഞേച്ചി, മാള ചേച്ചി. ചേച്ചി ഹായ്. ഐസ്, ഇനി ഞങ്ങളുടെ മെയിൻ പരിപാടി കുറച്ച് റീൽസ് ഒക്കെ ചെയ്യാൻ പോവാണ്. ദാശ ഓണാണ്. പിന്നെ ദാഹും ചേച്ചി, അപ്പോട്ടൻ, മമ്മി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒക്കെ ചെയ്യാം. എന്നിട്ട് തല തിരിച്ചിട്ടു. ഞാൻ
ഞാനോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ പൊങ്കൽ വന്നിക്കാണ്. നമ്മുടെ കസിൻസ് കുറെ പേരൊക്കെ വന്നു, ഇനി കുറെ പേരും കൂടെ വരാനുണ്ട്. അപ്പൊ പൊങ്കലിനെ പറ്റി പറയൂ ഗൈസ്. പൊങ്കല് ഒരു 40 വർഷം മുന്നേ നടന്നതായിരുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ, ഞങ്ങൾ ജനിക്കുന്നതിന് മുന്നേ, ഇനി അതിനുശേഷം ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പൊ എല്ലാവരും ഒരു ഇൻട്രസ്റ്റോട് നോക്കിക്കാണ് എന്താണ് സംഭവം. അത്രേ ഉള്ളൂ. നാളെയാണ് പൊങ്കല്. ഇന്ന് തൊട്ടാണ് പൊങ്കൽ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ രാവിലെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോകണ്ടില്ല, നാരങ്ങയുടെ മുള്ള്. ഇതാണ് തറവാട്. അതെ, തറവാട്. ഗൈസ്, ശില്പ ഇവിടെ മാങ്ങ പറിക്കാൻ പോയിരിക്കുകയാണ്. തലന്റെ മേലെ നിൽക്കുന്ന കാണില്ലേ? ഏതെങ്കിലും വലിക്കല് ഒന്ന് രണ്ടെണ്ണം. ഗൈസ്, ഇവിടുന്ന് മാങ്ങ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. യെസ്, ഇനി ഉപ്പും ഫോട്ടോ ഒന്നല്ല, വന്നോളി. ഇത് കുത്തി പൊട്ടിക്കണം. അരിഞ്ഞാ പൊളിക്കും, കുത്തി പൊളിച്ചാൽ കൊഴുപ്പുണ്ടാവില്ല. കുത്തി പൊട്ടിക്കാൻ പോണ്, കുത്തി പൊളിക്കാൻ പോണ്. നോക്ക് എങ്ങനെയുണ്ട്. ഇങ്ങനെ കുത്താൻ പറ്റില്ല. പിന്നെ എങ്ങനെ കുത്തണേ? അതെന്തെങ്കിലും കവറിൽ കെട്ടിട്ടില്ല കുത്തുക. ഊളത്തരം പറയരുത്. ഞാൻ കുറച്ചെടുത്ത് നോക്കട്ടെ. ഞാൻ വിറയാണ്. ഒന്നും കൂടി പൊളിക്കണല്ലേ? കത്തി വേണോ? എന്റെ കത്തിക്ക് വില ഒന്നും കൂടെ പറിച്ചിട്ട് വെച്ചേ. ചെറുത് പരിക്കണം, ചെറുത് പരിക്ക തീരെ പൊളിക്കുക. അതാ പുറത്തേക്ക് ഓരോന്നെടുത്താലോ? ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഓരോന്നെടുക്കാല്ലേ? ഇത് കഴിക്ക. എനിക്കിത് അത് മതി. എനിക്കതാ വേണ്ടത്. കഴിയില്ല. ഞാൻ കഴിക്കട്ടെ. കൊളമായി ഞാൻ തന്നത്. കൊളമായി തന്നു. കൊളമായി കഴിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്. എടുത്ത് ഉപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് മുക്കിയിട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ആയി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും പുളിപ്പൊന്നും ഇല്ല. ഗായ്സ്, ഇവിടെ ഒരു മെയിൻ സാധനം ഉണ്ട്, കാണിച്ചു തരാടാ. എല്ലാരും കൊതിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പൊ വരും. ഗ്യാസ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റ്. ഗായ്സ്, അതാ പോണു. ഗായ്സ്, അതാ പോയി ആറേഴ് സ്ഥാനം. നമ്മളിപ്പോ ഫുഡ് കഴിച്ചിട്ട് വന്നു. ദാസച്ചൻ ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ഇപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഗായ്സ്, ഈ കാണുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചില്ലറക്കാരന്റെ അല്ല. ശരി ദാസ്, പറ
എന്റെ മാഷ എന്നെ പഠിപ്പിച്ചു ഡാൻസ്. എനിക്കന്ന് ഡാൻസ് അറിയില്ല. രാജാമണി മാഷും നമ്മുടെ പാട്ട് മാഷ് പറയും ഡാൻസ് പഠിപ്പിച്ചത്. ഡാൻസ് പഠിക്കും. ഞാൻ ഡാൻസ് പഴകി കന്യോട് സ്കൂളിൽ ഫസ്റ്റ് പഠിച്ചു ഷീൽഡ് പഠിച്ച ഞാനാണ്. അത് വനിതാ സ്കൂൾ ഞാൻ വെച്ചിട്ടത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ശേഷം പിന്നെ ഡാൻസിന് ബസ് കിട്ടി. വേറെ കലോത്സവം ഇവിടെ പോയി അതിന് ബസ് കിട്ടി. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ എന്റെ സ്കൂളിൽ സ്കൂളിൽ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ക്ലാസ് കേട്ട് എല്ലാം 5ാം ക്ലാസ് മുതൽ ക്ലാസ് കേട്ട് സ്കൂളിൽ കേട്ട് അങ്ങനെയായി. പിന്നെ അതിനുശേഷം ഈ എല്ലാ സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി. ഒരു സകലകലാ വല്ലഭനാണ് എല്ലാത്തിലും പിന്നെ അത് ചിറ്റൂർ കോളേജ് എല്ലാവരും രാഷ്ട്രീയ ബേസിലാണ്. ചിറ്റൂർ കോളേജ് ഏറ്റവും നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ടുള്ളൂ. ചിറ്റൂർ കോളേജിൽ പോയാലും നല്ല സ്റ്റുഡന്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ടുള്ളൂ. നല്ല സ്റ്റുഡന്റ് ആയിട്ട് നടന്നിട്ടുള്ളൂ. കാണുന്നൊക്കെ ഡാൻസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഫുള്ള് ഫസ്റ്റ് ഒക്കെ ഉണ്ട്. ആള് നല്ലോണം ഓടും ചാടും ഡാൻസ് കളിക്കും ചിത്രം വരയ്ക്കും പെയിന്റ് ചെയ്യും. NCC-ലുണ്ട് എല്ലാത്തിലും ഉണ്ട്. അതല്ലേ NCC ഏതൊക്കെയൊക്കെയോ അത്രയും സർട്ടിഫിക്കറ്റ് ആണ്. ഇതാ കണ്ട അത്രയും ഉണ്ട്. പിന്നെ റെയിൽവേന്റെ എന്തൊക്കെയൊക്കെയോ എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതില് ഏതിലോ ഒന്നിൽ പോയി അല്ലേ. അങ്ങനെയാണ് കാര്യങ്ങൾ. ആള് നല്ലൊരു കലാകാരനാണ് അല്ലേ. ഓക്കെ പൊങ്കലിന്റെ പച്ചമാവ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പച്ചമാവാണേ. ഇതിന്റെ പച്ചമാവിന്റെ പാവാണ് തയ്യാറാക്കണേ. എന്നിട്ട് പച്ചമാവ് ഉണ്ടാക്കും വൈകുന്നേരം. ഇപ്പൊ തന്നെയാ ഇപ്പൊ തന്നെ വെല്ലമൊക്കെ ഉണ്ട്. പച്ചമാവ് അതൊക്കെ കാണിച്ചു തരാം. കാണിച്ചു പച്ചമാവ് വെല്ലവും പൊടിയൊക്കെ തേങ്ങയൊക്കെ കൂടി പാവ് വേകാൻ വെച്ചിരിക്കാണ്. നന്നായി വീഴണം. അപ്പൊ അതിന് പച്ചമാവ് ഉണ്ടാക്കും. എല്ലാരും പ്രിപ്പറേഷൻസ് വെല്ലം പാകം ചെയ്യാനാണ്. അത് അടുത്ത പച്ചമാവിനുള്ള വെല്ലം പാകം ചെയ്യാണ്. പാവം 2 വീട്ടിലേക്കുള്ള പച്ചമാവാണേ. വെള്ളം മതിയെ നോക്കിട്ടില്ലേ മതി. ഇത് തറവാട്ടിലേക്കുള്ളതാണ്. ഇവിടേക്കുള്ളത് വലിയച്ഛന്റെ വീട്ടിലേക്കുള്ളതാണ്. എല്ലാവരും സെറ്റാക്കാണ്. ഹെൽപ്പിംഗ് ആണ്. എല്ലാരും ബിസിയാണ് ഗൈസ്. ഞങ്ങളത് അവിടെ എല്ലാവരും ഉണ്ട്. കുറെ നേരത്തിന് ശേഷം അവര് പച്ചമാവ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതങ്ങനെയാ ഉണ്ടാക്കുക. നല്ല പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ. ഇനി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പച്ചമാവിനുള്ള പാവ്. ഇതല്ലേ അത് അത് പാവ്. നമ്മുടെ മമ്മി സെറ്റ് ആക്കണ്ടേ. എന്താണ് ജാക്കറ്റ് അവിടെ ദാസനുണ്ട്. നമ്മുടെ കലാകാരൻ ആ പാവിനെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഒഴിക്കും. ഇങ്ങനെ ആക്കിയിട്ടാണ് പറയൂ പൊങ്കലിനെ പറ്റി. പൊങ്കല് ഇതേപോലെ പച്ചമാവ് ഉണ്ടാക്കാൻ പോവാണ്. അതുപോലെ ഈ പൊങ്കല് പച്ചമാവ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് അതങ്ങനെ നല്ല കുത്തി പാവാക്കി അത് ആക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ വെല്ലവും അതിന്റെ മാവും ഒക്കെ പാകമാക്കണം. അതിനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മുടെ വീട്ടുകാരെല്ലാവരും. അതെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതുപോലെ ഈ അരിപ്പൊടിയിലാണ് ഈ വെല്ലം ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഈ പ്രിപ്പറേഷൻ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും വീട്ടിൽ വരും. വിരുന്നുകാർ വരും. അങ്ങനെ ചെയ്യാൻ വീട്ടിൽ എത്ര വർഷത്തിന് ശേഷമാണ് ഈ പൊങ്കൽ? 35 വർഷം അതിന്റെ മുന്നാണ് ഇപ്പൊ നടക്കുന്നത്. 40 ഓരോ അഭിപ്രായം പറയുന്നത് എനിക്കറിയില്ല. ഏകദേശം 30 വർഷം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതേപോലെ നമ്മൾ ചെയ്യുന്നു. പണ്ട് അങ്ങനെ ചെയ്ത ചെറുപ്പത്തില്. ഇപ്പൊ അങ്ങനെ ഇല്ല. കൊറേ കാലം കഴിഞ്ഞു. ഈ പഴയ എങ്ങനെയാണോ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വീട്ടുകാരും എല്ലാവരും ചേച്ചിമാരും എന്റെ ഏട്ടന്മാരും അല്ലെ എന്റെ ഏട്ടന്റെ മക്കളും ചേച്ചിന്റെ മക്കളും വന്നുകൊണ്ട് എല്ലാവരും കൂടി സന്തോഷമായി ചെയ്യുന്നു മാത്രം. ഞങ്ങൾക്ക് പച്ചമുളക് ഉണ്ടാക്കാൻ അറിയില്ല. മമ്മിയാണ് ഇതിന്റെ ഗുരു. മമ്മിന്റെ നേതൃത്വ പ്രകാരം എല്ലാം നടക്കണ്ടേ.
മമ്മി യെസ് ആ മമ്മി അച്ഛൻ്റെ അനിയത്തി. അവരൊക്കെ കണ്ടിട്ടുള്ളൂ ഈ പൊങ്കല്, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. മമ്മീൻ്റെ അവിടെ പൊങ്കലുണ്ട്, അവിടേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. യെസ്, പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടാ. ഗൈസ് ഇപ്പം നൈറ്റായി, എല്ലാവരും ഇനി ഉറങ്ങാൻ നിൽക്കാട്ടോ പരിപാടി. ഞാനും ശ്രീകുട്ടനും കൂടെ അവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇന്ന് ഉറങ്ങിയിട്ട് 1 മണിക്ക് എണീക്കണം. പിന്നെ 1 മണിക്കാണ് പൊങ്കൽ തുടങ്ങണം. അപ്പം ഞാൻ ബാക്കി വീഡിയോസൊക്കെ നാളെ കാണാം. ബൈ ബൈ.